ഇത് പ്രശ്നമാണ്. ഈ ആപത്തിന് പിന്നിലെ കാരണം അശ്രദ്ധ മാത്രം. ഇതാ കണ്ടില്ലേ ഗിരിജെ, ഈ കെറ്റിൽ ഇനി ഇവിടെ ആരും ഉപയോഗിക്കണ്ട. എടുത്തു കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണം വാങ്ങാനായിട്ട് ഏർപ്പാടാക്കൂ. ശരി സുമിതേച്ചി. അല്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഇതുവരെ ആരും അറിഞ്ഞില്ലേ? ഈ കെറ്റിൽ നീ ഉപയോഗിക്കാറില്ലായിരുന്നോ ഗിരിജെ? ഇവിടെ വേറെ ആരും ഈ കെറ്റിലൊന്നും ഉപയോഗിക്കാറില്ലേ? ഞാനെന്നും ഇതിൽ തന്നെയാണല്ലോ മേഡം വെള്ളം തിളപ്പിക്കുന്നത്. അതുമല്ല, ഇന്ന് രാവിലെയും കൂടി സുമിതേച്ചി ഇതിൽ വെള്ളം തിളപ്പിച്ച് കാപ്പി ഉണ്ടാക്കിയതാണല്ലോ. ഓ, അങ്ങനെ പറ. കാര്യങ്ങളുടെ കിടപ്പ് ഇപ്പോഴല്ലേ പിടികിട്ടിയത്. ശരിയാ സുമിത പറഞ്ഞത്. ഇത് വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ഒന്നും കാര്യമല്ല. കൃത്യമായി കണക്ക് കൂട്ടി ചെയ്ത കാര്യങ്ങൾ തന്നെയാ. നീ എന്തോന്ന് അനുരാധ ഈ പറയുന്നത്? നമ്മളൊക്കെ അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നത്. ഒന്ന് ചിന്തിച്ച കാര്യം മനസ്സിലാക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇനിയും മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ തുറന്നു തന്നെ പറഞ്ഞേക്കാം. ഇതാരോ മനഃപൂർവ്വം കേടാക്കി വച്ചതാ. മനഃപൂർവ്വം നന്ദിതയും കുഞ്ഞിനെയും അപായപ്പെടുത്താൻ വേണ്ടി ആരോ ചെയ്തത് തന്നെയാ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഈ വീട്ടിൽ അങ്ങനെയൊക്കെ ആര് ചെയ്യാനാ? ആർക്കറിയാം? ഇതിനു മുൻപ് കെറ്റിൽ ഉപയോഗിച്ചത് ആരാണോ അവര് ചെയ്തു എന്ന് വിശ്വസിക്കല്ലേ തരുള്ളൂ. ഞാനൊരു കാര്യം പറയാം. എന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ വെറും നിമിത്തങ്ങൾ. ദോഷങ്ങൾ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതൊരു സത്യമാണ്. അതിനുള്ള പരിഹാരങ്ങളാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തലല്ല. പഴനി ആണ്ടവാ വേലായുധ, നന്ദിതയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കാത്തോടെ. ഹരഹരോ ഹരഹര. എന്നാലും ആ ഇലക്ട്രിക് കെറ്റിലിന്റെ ഇൻസുലേഷൻ എങ്ങനെ പോയത്? അറിയില്ല സ്നേഹ. അന്ന് രാവിലെയും കൂടി ഞാൻ ആ കെറ്റില് വെള്ളം തിളപ്പിച്ചാന്നേ. അപ്പൊ അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ? എന്തിന്? അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? ഇത്തരം കുരുട്ടുബുദ്ധിയൊക്കെ ചെയ്തു വെക്കാനേ നിന്റെ അമ്മായിയമ്മ ഇത്തിരി കേമിയാ. ഹേ, നന്ദുവിന്റെ കാര്യത്തിൽ അനുരാധ അങ്ങനെയൊന്നും ചെയ്യുന്നു എനിക്ക് തോന്നില്ല. അവളും അനുരാധ അടയും ചക്കരയാ. അതൊരു പക്ഷെ നിന്നെ ലക്ഷ്യം വെച്ച് ചെയ്തതാണെങ്കിലോ? അല്ല, അങ്ങനെ ആയിക്കൂടെ? അല്ല, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ ആയിക്കൂടെ? എന്തോ എനിക്കറിയില്ല. ഇതല്ല, ഇതിനപ്പുറം ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് നിന്റെ അമ്മായിയമ്മ അനുരാധ. അവരെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി പ്രതിഷ്ഠിച്ചിട്ടേ കുറെ കാലായി സ്നേഹം. ഗിരിയുടെ അച്ഛനോടെ അവര് കാണിച്ച ക്രൂരത അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അവരെ വെറുത്തു തുടങ്ങിയതാ. സത്യങ്ങളെല്ലാം എനിക്കറിയാവുന്നുള്ള കാര്യം അനുരാധയ്ക്കും അറിയാം. അറിഞ്ഞ സത്യങ്ങൾ ഞാൻ പുറത്തു പറയാതിരിക്കാൻ എന്റെ അനിയത്തിയെ അവരൊരു കരുവാക്കി. അനുരാധ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്ന് വേണം പറയാൻ. നന്ദിത അവരുടെ പക്ഷം ചേർന്നതോടെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നിനക്കറിയാവുന്ന സത്യങ്ങളെല്ലാം നീ ഗിരിയോട് തുറന്നു പറയണം. ഡോക്ടർ ഹാഷിം ഹുസൈൻ ഗിരിക്ക് കൊടുത്ത ഡയറി നഷ്ടപ്പെട്ടതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. സത്യങ്ങൾ തുറന്നു പറയുമ്പോ തെളിവ് സഹിതം വേണ്ടേ പറയാൻ? തെളിവും സാക്ഷിമൊഴികളും ഒക്കെ കോടതി മുറിയിലല്ലേ സുമി? മനുഷ്യന്റെ മനസാക്ഷി കോടതിയിൽ എന്ത് തെളിവ്? നീ പറയുന്നത് തന്നെയാണ് അവിടുത്തെ സത്യങ്ങൾ. ആ ഡയറി വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. അത് കിട്ടിയ തെളിവ് സഹിതം സത്യങ്ങളെല്ലാം അടിക്കടി ഉണ്ടാവുന്ന ഈ അപകടങ്ങളെ അതിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. എന്റെ സുമി, നന്ദുവിന് നിന്നോടില്ലാത്ത സ്നേഹം നിനക്ക് എന്തിനാ അവളോട്? പക്വതയില്ലാതെ അവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു എന്ന് വെച്ച് എനിക്ക് തിരിച്ച് അവളുടെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പറ്റുമോ സ്നേഹം? ഒന്നുമില്ലെങ്കിൽ അവളെന്റെ കൂടപ്പിറപ്പല്ലേ? കൂടപ്പിറപ്പാണ് പോലും കൂടപ്പിറപ്പ്. ആ ചിന്ത അവൾക്കുണ്ടായിരുന്നെങ്കിൽ അവള് നീ പറയുന്നത് കേട്ട് നിന്റെ കൂടെ നിന്നേനെ. ആരായിരുന്നു ശരിയെന്ന് കാലം അവക്ക് മനസ്സിലാക്കി കൊടുക്കും. അതുവരെ കാത്തിരിക്കാൻ തന്നെ എന്റെ തീരുമാനം. പക്ഷേ
ഇപ്പൊ അവളുടെ ജീവിതത്തില് സംഭവിക്കുന്ന ദൈവാധീനക്കുറവിനെ എനിക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. നല്ല മനസ്സുള്ളവരെയല്ലേ ദൈവം അനുഗ്രഹിക്കുള്ളൂ സുമി. ദുഷ്ടബുദ്ധിയായി നടക്കുന്നവർക്കേ എവിടുന്ന് ദൈവാനുഗ്രഹം കിട്ടാനാ? നീ വീണ്ടും വീണ്ടും അത് തന്നെ പറയാതെ സ്നേഹം. എന്റെ അനിയത്തി എന്നോട് എന്ത് കാണിച്ചാലും എനിക്ക് അവളെ ഇങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഗർഭിണികൾക്ക് വിശേഷപ്പെട്ട ഒരു അമ്പലമുണ്ട് ഇവിടെ അടുത്ത് തന്നെയാ. ഒരു സന്താന ഗോപാലമൂർത്തി ക്ഷേത്രം. നീ നന്ദുവിനെയും കുട്ടി അവിടെ പോണം. എന്നിട്ട് അവൾക്കും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ രക്ഷയ്ക്ക് വേണ്ട ചില വഴിപാടുകളൊക്കെ ഉണ്ട്, അതൊക്കെ നടത്തണം. താങ്ക് യു സ്നേഹ, താങ്ക് യു സോ മച്ച്. ഞാൻ എന്തായാലും അവളെയും കൂട്ടി സന്താന ഗോപാല ക്ഷേത്രത്തിൽ പോകാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ചേച്ചി കാശ് തന്നിട്ടോ? എന്റെ മോൾ അവിടെ ഷോക്ക് അടിച്ച് കിടക്കുക. അപ്പോഴാ അവന്റെ ഒരു കാശ്. താനൊന്ന് വെയിറ്റ് ചെയ്യടോ. സത്യത്തിൽ ഷോക്ക് ഇവർക്കായിരുന്നു വേണ്ടത്. നന്ദു മോളെ, നന്ദു മോളെ. ഇന്ദിര, എന്റെ മോൾ എവിടെ അനുരാധെ? അവക്ക് എന്താ പറ്റിയത്? ഇതെന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? എന്റെ ദൈവമേ, എന്റെ നന്ദു ആശുപത്രിയിലാണോ? ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ചു കൂട്ടല്ലേ ഇന്ദിരെ. ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്കത് വലിയ കാര്യമല്ലായിരിക്കാം. ഷോക്ക് ഏറ്റത് എന്റെ മോൾക്കാ. നന്ദു എവിടെ? ആന്റി, സത്യമായിട്ടും ഷീസ് ഓക്കെ. അടുക്കള കയറി ഇത്തിരി വെള്ളം തിളപ്പിക്കാൻ നോക്കി. അപ്പൊ കെറ്റിലിൽ നിന്ന് ഷോക്ക് അടിച്ചു. അത്രേ ഉണ്ടായുള്ളൂ. അത്രേ ഉള്ളെന്നോ? ഷോക്ക് അടിച്ച് അവളെങ്ങാനും മരിച്ചു പോയിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? വിദ്യുത് ശക്തി അതൊരു നിമിത്തം മാത്രമാണ് ഇന്ദിരാമേ. ഓ, സ്വാമി ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു പിറവി സംഭവിക്കാൻ പോകുമ്പോ പ്രകൃതി കാണിക്കുന്ന ചില നിമിത്തങ്ങളുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അമ്പിയങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ഒന്ന് കേറിപ്പോയേ. അയ്യോ, ഇതൊന്നും ഞാൻ പറയുന്നതല്ല മോളെ. എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് സാക്ഷാൽ അയ്യപ്പ സ്വാമിയാണ്. മൊത്തത്തിൽ പ്രശ്നമാണ് ഇന്ദിരാമേ. എല്ലാത്തിനും കാരണം നന്ദിതയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ്. ഈ കുഞ്ഞ് കാരണം ആദ്യം തന്തയുടെ പണി പോയി. ഇപ്പൊ ഇതാ പാപജന്മത്തിനെ വയറ്റി ചുമക്കുന്ന അമ്മ തന്നെ കരണ്ടടിച്ചു വീണു. അങ്ങനെയാണെങ്കിൽ ഇതാരോ എന്തോ കൂടോത്രം ചെയ്തതാ. ഈ കാര്യത്തിൽ ഞങ്ങൾക്കും ചിലരെയൊക്കെ സംശയമുണ്ട്. ഒന്ന് തെളിച്ച് പറ മോളെ. ആരാ എന്റെ നന്ദുവിനെ ഉപദ്രവിച്ചേ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ഇന്ദിര വാ, മോളെ കാണണ്ടേ? ഇന്ദിരാമേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. ഓ ഇന്ദിരേ, മോളെ, മോളെ, നന്ദു. അമ്മേ, എന്നാലും എന്റെ നന്ദു, എന്റെ മോക്ക് ഇങ്ങനൊരു ആപത്ത് വന്നല്ലോ. നിനക്ക് അടുക്കള കയറി ആ കെറ്റിനെ വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഇത്രയും വേലക്കാരുള്ള ഈ വീട്ടില് നിനക്ക് ഇത്തിരി ചൂടുവെള്ളം വേണമെങ്കിൽ നീ തന്നെ അടുക്കള കയറണോ? ഞാൻ എപ്പോഴും ഇവളോട് ഇതൊക്കെ പറയാറുള്ളതാ. ഇവള് കേക്കണ്ടേ? വീട്ടിലെപ്പോഴും അമ്മയെ സഹായിക്കാൻ അടുക്കളയിൽ കയറാറുണ്ടെന്നൊക്കെ പറയും. അല്ല, കെറ്റിലൊന്നും ഉപയോഗിച്ച് ശീലം ഉണ്ടാവില്ല. സാരമില്ല, അവക്കൊന്നും പറ്റിയില്ലല്ലോ. അതാ കെറ്റിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അമ്മേ, അതാ ഷോക്ക് അടിച്ചത്. എന്താ അനുരാധ ഇതൊക്കെ? ഇഷ്ടം പോലെ സെർവൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ആരും ശ്രദ്ധിക്കാനില്ലേ? ഇത്രയും കാലം ആ കെറ്റിലിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്തിരെ? ഇവിടെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചോണ്ടിരുന്നല്ലേ? അതാരോ മനഃപൂർവ്വം കേടുവരുത്തിയതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്.
മനഃപൂർവ്വം കേടുവരുത്താനോ? എന്തിന്? വേറെന്തിന്? നന്ദുമോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അപായപ്പെടുത്താൻ. ദൈവമേ, എന്റെ മോളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ആർക്ക് എന്ത് കിട്ടാൻ അനുരാധേ? ഒരു പെണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് അറിയോ ഇന്ദിരയ്ക്ക്? ഒരമ്മയാവാനുള്ള അവസരം. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാള് കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആ പെണ്ണിന്റെ മനസ്സ് നിറയെ ആദിയായിരിക്കും. ആ ആദി പതുക്കെ പതുക്കെ അസൂയയും പകയും ഒക്കെ ആയിട്ട് മാറും. ഇവിടെയും അതൊക്കെ തന്നെയാ സംഭവിക്കുന്നത്. അനുരാധെ, എന്നെ ഇങ്ങനെ കുഴപ്പിക്കാതെ. മനുഷ്യന് മനസ്സിലാവുന്ന രീതി കാര്യം പറ. എന്റെ ഈ മോളോട് ആർക്ക് അസൂയ? ഞാൻ പറയുന്നത് കേട്ട് ഇന്ദിരയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. നിങ്ങളുടെ മോളോട് അസൂയുള്ളത് നിങ്ങളുടെ മോൾക്ക് തന്നെയാ. സുമിതയും നന്ദിതയും രണ്ടുപേരും ഇന്ദിരയുടെ മക്കളാണെങ്കിലും സ്വഭാവത്തിന്റെ കാര്യത്തിൽ രാത്രിയും പകലും പോലെ വ്യത്യസ്തരാ രണ്ടാളും. ഈ വീട്ടിൽ എന്റെ മരുമകളായി ആദ്യം കയറി വന്നത് സുമിതയാ. അവൾ ഈ വീട്ടിൽ കാലെടുത്തു വെച്ച നിമിഷം മുതൽ എന്നെ എന്റെ മോൻ ഗിരിയെയും തമ്മിൽ തല്ലിക്കാനേ നോക്കിയിട്ടുള്ളൂ. ഒരു കുഞ്ഞുണ്ടായാൽ അവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുണ്ടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും. ഏതായാലും ഈശ്വരൻ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അവൾക്ക് കൊടുത്തില്ല. പക്ഷേ ഒയ്യാരത്ത് കുടുംബത്തിന്റെ മരുമകളായി വന്നു കയറാനും ഈ കുടുംബത്തിലെ ആദ്യത്തെ കൺമണിയെ ഞങ്ങൾക്ക് സമ്മാനിക്കാനും ഭാഗ്യം ലഭിച്ചത് ഇന്ദിരയുടെ രണ്ടാമത്തെ മോൾ നന്ദൂന. ആ സൗഭാഗ്യം കൊണ്ടുവന്നതിനാൽ ഇവളെ ഞങ്ങള് രാജകുമാരിയെ പോലെയാ നോക്കുന്നത്. ഇതൊക്കെ കണ്ട് സുമിത ആകെ ഹാലിളകിയ അവസ്ഥയിലാ. അല്ല, അവളെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് അവളും ആഗ്രഹിക്കുമല്ലോ. ഇനിയിപ്പൊ നന്ദു പ്രസവിച്ച് ആ കുഞ്ഞുകൂടി ഈ കുടുംബത്തിലേക്ക് വന്നാലത്തെ അവസ്ഥ സുമിതയ്ക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഏത് വളഞ്ഞ വഴിയും സുമിത നോക്കും. ഇല്ല അനുരാധെ, എന്റെ സുമി അങ്ങനെയൊന്നും അവൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളെ അല്ല. എനിക്കറിയാം, പെറ്റ വയറിന് അങ്ങനെ പറയാൻ പറ്റൂ. പക്ഷേ സുമിതയുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് നമുക്കല്ലേ അറിയൂ, അല്ലേ മോളെ? സത്യം അമ്മയെ പറയുന്നത്. നമ്മുടെ സുമിതേച്ചി പഴയ ആളല്ല. കല്യാണത്തോടെ ചേച്ചി ആളാകെ മാറി. കോടീശ്വരനായ ഭർത്താവിനെ കിട്ടിയതോടെ ചേച്ചിയുടെ സ്വഭാവം തന്നെ വേറെയായി. ഞാൻ ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞു കയറി വന്ന ദിവസം മുതൽ എന്നെയും അനുരാധമ്മയും തമ്മിൽ തെറ്റിക്കാൻ സുമിതേച്ചി ഒരുപാട് കളികൾ കളിച്ചു. അമ്മ 2 ലക്ഷം രൂപയുടെ ATM കാർഡ് തന്നപ്പോ അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ ആളാ സുമിതേച്ചി. അത് മാത്രമല്ല അമ്മേ, ഞാനിവിടെ കയറി വന്ന ദിവസം ചേച്ചി എന്താ എന്നോട് പറഞ്ഞെന്നറിയോ? ഈ വീട്ടിലാരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന്. ഇപ്പൊ ഇന്നരയ്ക്ക് കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം പിടികിട്ടിയല്ലോ. ഞാൻ സുമിതയെ കുറ്റം പറഞ്ഞ അത് അമ്മായിയമ്മ പോരാണെന്ന് പറയാം. ഇതിപ്പോ അവളുടെ സ്വന്തം കൂടപ്പറപ്പ് തന്നെ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ സുമിതയുടെ സ്വഭാവത്തിൽ എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന് ഇന്ദിര മനസ്സിലാക്കണം. ഞാൻ പറയാം അവളോട്. അവളെ നന്നായിട്ടൊന്ന് ഉപദേശിക്കാം. ഹേയ്, അതൊന്നും വേണ്ടിന്നിരേ. ഉപദേശം കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന് പറയുന്നത് പോലെയാ ഇപ്പൊ സുമിതയുടെ മനസ്സ്. ഇനി ഇന്ദിര അങ്ങനെയൊക്കെ ഉപദേശിച്ചാൽ തന്നെ
അവൾ അതിന്റെ വാശി ഇവളോട് കാണിക്കാൻ നിൽക്കുകയുള്ളൂ. അത് ശരി അമ്മേ. എന്റെ സുമിതേച്ചിക്ക് വാശി കൂടും. അത് മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഞാനും. സുമിതയുടെ മനസ്സിന്റെ അസൂയയും വേവലാതിയും ഇവളെയാ ബാധിക്കുന്നത്. പിന്നെ അമ്പി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി വെച്ച് നോക്കുമ്പോ ദോഷങ്ങൾ വേറെയും ഉണ്ട്. എന്നാ പിന്നെ നന്ദുവിന് വല്ല രക്ഷയോ മറ്റോ ജപിച്ചു കിട്ടിയാലോ? ആ, അതൊരു നല്ല ഉപായം തന്നെയാ. ഒന്ന് ഓർത്തു നോക്കിയാ ശരിയാ. 3-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞപ്പോ നിതീഷിന്റെ ജോലി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇപ്പൊ ഇത് ഷോക്ക് അടിച്ചു. അല്ല, ഇനി അമ്പി പറയുന്നത് പോലെ ഇവളുടെ വയറ്റി വളർന്ന കൊച്ചിന് എന്തെങ്കിലും ദോഷം കാണുമോ ഈശ്വര? ആ അമ്പിക്ക് തലയ്ക്ക് വട്ട എന്റെ ഇന്ദിരെ. അവൻ പറയുന്ന ഒന്ന് കാര്യമായിട്ട് എടുക്കണ്ട. അങ്ങനെ തള്ളിക്കളയാൻ വരട്ടെ അനുരാധെ. ദോഷം കുഞ്ഞിന്റെയാണോ അതോ സുമിതയുടെ കണ്ണീരിന്റെയാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിന് പ്രശ്നം വെച്ച് നോക്കുക തന്നെ വേണം. അല്ല, അത്രയൊക്കെ വേണോ? ആ, വേണം. അതും സാധാരണ ഉടായ്പ ജോത്സ്യന്മാരെ കൊണ്ടൊന്ന് നോക്കിച്ചാ പോരെ. ഏതെങ്കിലും കേമ്പപ്പെട്ട ജോത്സ്യരെ തന്നെ വരുത്തണം. എന്നിട്ട് അയാള് പറയുന്നത് പോലെ നമുക്ക് നീങ്ങാം. അതല്ലേ നല്ലത്? എന്നാ ശരി, ഇന്ദിരയ്ക്ക് നിർബന്ധമാണെങ്കിൽ പിന്നെ ആ വഴി കൂടെ നോക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. എന്താണ് നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞേ? എടാ, ഞാൻ വളരെ മുമ്പേ നിന്നോട് ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. എടാ, ജീവിതത്തിലെ കുട്ടികൾ ഉണ്ടാകുന്നതിന്റെ പ്രസക്തിയെ കുറിച്ച്. നിനക്ക് കാര്യമായിട്ട് സംസാരിക്കാനുള്ളത് പറഞ്ഞത് ഈ ഉപദേശവും വേദാന്തമൊക്കെയാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയേനെ. എന്റെ ഗിരി, ഇത് ഉപദേശം വേദാന്തമൊന്നുമല്ല. ജീവിതത്തിന്റെ ഏറ്റവും പ്രാക്ടിക്കലായ ഒരു വശമാണ്. ഒന്നുമില്ലെങ്കിലേ എടാ, എന്റെ കുടുംബജീവിതം നീ കാണുന്നതല്ലേ? എന്റെ പിള്ളേരുടെ കൂടെ കളിച്ചും ചിരിച്ചും ആസ്വദിച്ചും നീ സമയം ചെലവഴിക്കുന്നതല്ലേ? അതുകൊണ്ട് ഓഫീസിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും വൈകിട്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ അതെല്ലാം ഞാൻ മറക്കുന്നത് പിള്ളേരെ കാണുമ്പോഴാ. ഒരു പ്രായം കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ മക്കളെ ഉണ്ടാവൂ. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ നാടൊട്ടുക്ക് വൃദ്ധസാധനങ്ങൾ ഉണ്ടാവോ? കോപ്പിലെ തമാശ പറയാൻ നിൽക്കല്ലേ? ഇളിക്കലടാ. എടാ എടാ ഭാവിയിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോ നീ സുമിയും പശ്ചാത്തപിക്കാൻ ഇടവരരുത്. അതുകൊണ്ടാ ഞാനീ പറയുന്നേ. എത്രയോ കാലം ഒരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഇത് തന്നെയല്ല നീ പറഞ്ഞോണ്ടിരുന്നേ. എന്നിട്ടിപ്പോ എന്തായി? കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ നിനക്ക് എന്തു തോന്നുന്നു? കല്യാണം കഴിക്കാതിരുന്നെങ്കിലേ അതൊരു നഷ്ടമായി പോയെന്ന് നീ ഇപ്പൊ തിരിച്ചറിയുന്നില്ലേ? ഇല്ലെങ്കിലേ നീ ഇല്ലെന്ന് പറ. ഇത് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നിനക്ക് സുമിക്ക് കുഞ്ഞായ പിന്നെ നിന്റെ ലോകം തന്നെ അവരായി മാറും. അതെനിക്ക് ഉറപ്പാ. ഒക്കെ പോട്ടെ, ഒരു ദാമ്പത്യ ജീവിതമാവുമ്പോ നിന്റെ ആഗ്രഹങ്ങൾ മാത്രമല്ല സംരക്ഷിക്കപ്പെടേണ്ടത്. സുമിയുടെ ഭാഗത്തുനിന്നും കൂടി ചിന്തിക്കാനുള്ള കടമ നിനക്കുണ്ടെങ്കിൽ അത് നീ മറക്കരുത്. നന്ദു, ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? അസ്വസ്ഥതയൊന്നും തോന്നില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇലക്ട്രിക് സാധനങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും ഈ കെറ്റിലും അയൺ ബോക്സും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോ. നിനക്ക് ഓർമ്മയില്ലേ പണ്ട് വീട്ടിൽ വെച്ച് തുണി തേച്ചോണ്ട് നിന്നപ്പോഴത്തേക്കും അമ്മ ഷോക്കടിച്ച് താഴെ വീണത്? അന്ന് നമ്മളൊക്കെ എന്തോരം പേടിച്ചുപോയി. ചെരിപ്പിടാതെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും നിൽക്കരുതെന്ന് അച്ഛൻ നമ്മളെ വഴക്ക് പറഞ്ഞോണ്ടിരുന്നത് നിനക്ക് ഓർമ്മയില്ലേ? ചേച്ചി ഈ പാതിരാത്രി നമ്മുടെ കുടുംബ പുരാണം പറയാൻ വന്നതാണോ ഇവിടെ? അതല്ല നന്ദു, എല്ലാ കാര്യങ്ങൾക്കും നിനക്ക് കുറച്ചുകൂടെ ശ്രദ്ധ വേണമെന്ന് പറയാൻ വന്നതാ. അതെ, വേറൊരു കാര്യം കൂടെ പറയാനായിട്ടാ ഞാൻ വന്നത്. നിനക്ക് എന്തോ ഒരു ദൈവാധീനക്കുറവുണ്ടെന്നാ ഇവിടെ എല്ലാരും പറയുന്നത്. അതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്പലത്തിൽ പോകുന്നതും എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുന്നതും നല്ലതാ മോളെ. അമ്പ്യങ്ങള് പറഞ്ഞോണ്ടായിരിക്കും ചേച്ചിക്ക് ഇപ്പൊ ഇങ്ങനൊരു തോന്നലല്ലേ? എനിക്കും നിതീഷേട്ടനും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണ് നിതീഷേട്ടന്റെ ജോലി പോയതെന്നും എനിക്ക് ഷോക്ക് അടിച്ചെന്നൊക്കെ ആ അമ്പ്യങ്ങള് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അമ്പിയങ്കിള് പറയുന്നൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. അങ്കിളിന്
കുറച്ചു കാലമായിട്ട് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതാ. അന്നാ ശബരിമല യാത്രയോടെ സംഭവിച്ചത് അതൊക്കെ. അല്ലെങ്കിൽ തന്നെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെങ്ങനെ നമുക്കൊരു ദോഷാവുക? കുഞ്ഞുങ്ങള് ദൈവത്തിന്റെ പ്രതിരൂപമാണെന്നല്ലേ പറയാറ്. ഇതിപ്പോ അച്ഛമ്മ പറഞ്ഞ പോലെ എന്തേലും കണ്ണീര് തട്ടിയതാവും. എന്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ വെറും അന്ധവിശ്വാസല്ലേ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? അല്ല നന്ദു, ചില കാര്യങ്ങളിൽ സത്യമുണ്ട്, അതിൽ കുറച്ച് ശാസ്ത്രമുണ്ട്. നിനക്കിപ്പോ കൈവന്നിരിക്കുന്ന സൗഭാഗ്യങ്ങളില് ഒരുപാട് പേർക്ക് അസൂയ കാണില്ലേ? അതൊക്കെ ചിലപ്പോ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് നമ്മളെ ബാധിക്കുമായിരിക്കും. ശരി, ഇതൊക്കെ ഉള്ളതായാലും ഇല്ലാത്തതായാലും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും നമ്മള് ചില പൂജയും വഴിപാടും ഒക്കെ നടത്തുന്നത് നല്ലതാ. മറ്റെന്തിന് ഫലം ഉണ്ടായില്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവുന്ന തന്നെയാണ് എന്റെ വിശ്വാസം. ഇന്നലെ നിന്റെ കാര്യം ഞാൻ സ്നേഹയുടെ അടുത്ത് സംസാരിച്ചായിരുന്നു. അപ്പോഴേക്കും അത് നാട് മൊത്തം കൊട്ടി ഘോഷിച്ചോ? എന്തിനാ ചേച്ചി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വല്ലവരോടും പോയി പറഞ്ഞു നടക്കുന്നേ?